ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ മെയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇത് 10th ലെവൽ മെയിൻസ് മാത്രമല്ല, വരാനിരിക്കുന്ന +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ടോപ്പ് 20 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇംഗ്ലീഷിൽ വലിയ മാറ്റമൊന്നും PSC വരുത്തിയിട്ടില്ല. കുറച്ച് മീനിങ്സ് ഒക്കെ SCRTയിൽ നിന്ന് എടുത്തു എന്നുള്ളതല്ലാതെ ബാക്കി പാറ്റേൺ എല്ലാം പഴയ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 20 ചോദ്യങ്ങളും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ്, ബി ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പൊ സ്പൈഡറിന്റെ ഹോം ആണ് വെബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീസിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഏപ്പിയറി. ഏപ്പിയറി ഏവിയറി എന്ന് വെച്ചാൽ എന്താ? ബേർഡ്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തെയാണ് ഏവിയറി എന്ന് പറയുന്നത്. കെന്നൽ എന്ന് പറയുന്നത് ഡോഗ്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കെന്നൽ. സ്റ്റേബിളില് ഹോഴ്സസിനെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ബി ഈസ് റിലേറ്റഡ് ടു ഏപ്പിയറി. അടുത്ത ചോദ്യം, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷന്റെ സയന്റിഫിക് സ്റ്റഡി, അതായത് വ്യാഖ്യാന ശാസ്ത്രം. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഹെർമീന്യൂട്ടിക്സ്. ഹെർമീന്യൂട്ടിക്സ് എന്നതാണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പേര്, ഹെർമീന്യൂട്ടിക്സ്. ഓക്കെ, അടുത്ത ചോദ്യം, I am elder to you. I am elder to you. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ആം ആണ്. അപ്പോൾ ഐ ആം എൽഡർ ടു യു. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ആറിൻ്റെ ഐ ആണ് വരേണ്ടത്. ആം, ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ഐ. ഐ ആം നോട്ട് എന്ന് വന്നാൽ ആം ഐയും ചേർക്കുക. അടുത്ത ചോദ്യം, I met dash യൂണിവേഴ്സിറ്റി പ്ലെയർ. ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരം യുയിലാണെങ്കിലും ആദ്യ സൗണ്ട് കോൺസണന്റ് ആയ യ ആയതുകൊണ്ട് എ ആണ് ചേർക്കേണ്ടത്. I met a യൂണിവേഴ്സിറ്റി പ്ലെയർ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KAS എക്സാമിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് December 15 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ 3ാമത്തെ ബാച്ച് December 22 സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി തുടങ്ങിയ സമയം തൊട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും എൻറോൾ ചെയ്യാനും പറ്റും. അതുപോലെ SCRTക്ക് വേണ്ടി മാത്രം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSAക്ക് വേണ്ടി കോഴ്സ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അതുപോലെ +2 മെയിൻസ്, ബെവ്കോ അസിസ്റ്റന്റ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ബാച്ച് കോഴ്സസ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ വാങ്ങാവുന്നതാണ്. ഓക്കെ, അടുത്തത്, ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ. പുതിയതിനോടുള്ള പേടി അല്ലെങ്കിൽ പുതിയ വസ്തുക്കളോടുള്ള ഭയത്തിനെ പറയുന്ന പേര് നിയോഫോബിയ. ഫോബിയ എന്ന് വെച്ചാൽ ഭയം, നിയോ എന്ന് വെച്ചാൽ നവ, പുതിയത്, നവീനം എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഈസ് നോൺ ആസ് നിയോഫോബിയ. ദ ഫ്രേസ് ടു ഗിവ് ഔട്ട് മീൻസ്. ഗിവ് ഔട്ട് എന്ന ഫ്രേസിന്റെ അർത്ഥം എന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക. ടു ഡിസ്ട്രിബ്യൂട്ട് അഥവാ വിതരണം ചെയ്യുക എന്നതാണ് ടു ഗിവ് ഔട്ട് എന്ന ഫ്രേസിന്റെ മീനിങ്. എ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. എ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ് ഈസ് ഡാഷ്. വൺ വേർഡ് ആണ്, ഓഡ്. ODE, ഓഡ്. ഓക്കെ, ആർ യു അഫ്രൈഡ് ഡാഷ് ഹിം. അപ്പൊ അഫ്രൈഡിന് ശേഷം ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്? ഓഫ്. ആർ യു അഫ്രൈഡ് ഓഫ് ഹിം. പോയിന്റ് ഔട്ട് ദ എറർ പാർട്ട്. ഹി ടോൾഡ് മീ ദാറ്റ് ഐ ആം ആൻ ഇന്റലിജന്റ് ഗേൾ. ഇതിൽ ഏത് പാർട്ടിലാണ് എറർ ഉള്ളത്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹി ടോൾഡ് മീ ദാറ്റ്, പാസ്റ്റ് ടെൻസിലാണല്ലോ. ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അവൻ എന്നോട് പറഞ്ഞു. ഐ ആം വരുമോ? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് സെക്കൻഡ് പാർട്ടും പാസ്റ്റ് ടെൻസിൽ തന്നെ വേണം. അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് ഐ വാസ് അല്ലെങ്കിൽ ഐ വെയർ ആണ്
ചേർക്കേണ്ടത്. ഐ ആം അല്ല, അവിടെയാണ് എറർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ്. ഇൻവെൻഷൻ. അപ്പം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറസ്പോണ്ടിങ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്? ഓപ്ഷൻ സി, CORRESPONDING ആണ് കറസ്പോണ്ടിങ്. ആൻഡ് ഓങ്കോളജിസ്റ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് സഫറിംഗ് ഫ്രം. ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്ത് അസുഖത്തെ ചികിത്സിക്കുന്ന ഡോക്ടറെയാണ്? ക്യാൻസർ. ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടറെയാണ് ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ക്യാൻസർ ഈസ് നോൺ ആസ് ഓങ്കോളജി. അടുത്ത ചോദ്യം, ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഓപ്ഷൻ ഡി, വുഡ് ഹാവ് അറേഞ്ച്ഡ് ഇറ്റ്. ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ വുഡ് ഹാവ് അറേഞ്ച്ഡ് ഇറ്റ്. ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു നോവൈസ്. നോവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചയ സമ്പത്തി ഇല്ലാത്തവൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അനുഭവ സമ്പന്നൻ എന്നുള്ളതാണ്. വെറ്ററാൻ ആണ് ഓപ്പോസിറ്റ്. ദ പാസീവ് വോയിസ് ഫോം ഓഫ് ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്ട്. അപ്പൊ ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ എങ്ങനെയാണ് പാസീവ് ഫോമിലേക്ക് ആക്കുന്നത്? ഒബ്ജക്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? സബ്ജക്റ്റ് ആയിട്ട് മാറും. പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പോൾ ഇത് പ്രോജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ദി പ്രോജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസ് പ്ലസ് V3. അപ്പോൾ ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ദെം. വെൻ ഐ റീച്ച്ഡ് ദെയർ എവരിബഡി ഡാഷ്. ഇപ്പോൾ രണ്ട് ആക്ഷൻസ് പാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്ത് നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 വേണം പറയാൻ. രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും പറയണം. അപ്പോൾ വെൻ ഐ റീച്ച് ദെയർ എവരിബഡി ഹാഡ് ലെഫ്റ്റ്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ആദ്യം നടന്നത് എല്ലാവരും പോയതാണ്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 പറയണം. രണ്ടാമത് നടന്നത് ഞാൻ അവിടെ എത്തിയതാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫ്രേസ് മാഗ്നം ഓപ്പസ് മീൻസ്. മാഗ്നം ഓപ്പസ് എന്ന ഫോറിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? എ ഗ്രേറ്റ് കോമ്പോസിഷൻ. എ ഗ്രേറ്റ് കോമ്പോസിഷൻ എന്നതാണ്. ഇഫ് ഡക്സ് ക്വാക്ക് ദെൻ ഹോഴ്സസ് ഡാഷ്. അപ്പൊ ഡക്സ് ക്വാക്കുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഡക്സിന്റെ സൗണ്ട് ആണ് ക്വാക്ക്. അപ്പൊ ഹോഴ്സിന്റെ സൗണ്ട് ആണല്ലോ ഇവിടെ വരേണ്ടത്. നെയ്യാണ് ഹോഴ്സിന്റെ സൗണ്ട്. കളക്റ്റീവ് നൗൺ ഫോർ ഗൺ. ഗണ്ണിന്റെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന പേരെന്താ? എ ബാറ്ററി ഓഫ് ഗൺസ്. ബാറ്ററി ആണ് ഗൺസിന്റെ കളക്റ്റീവ് നൗൺ. അവസാനത്തെ ചോദ്യം, ദ യങ് വൺ ഓഫ് എ പീജൺ ഈസ് കോൾഡ് ഡാഷ്. പീജന്റെ യങ് വൺ, പീജന്റെ കുട്ടിയെ പറയുന്ന പേരാണ് സ്ക്വാബ്. അപ്പൊ ദ യങ് വൺ ഓഫ് എ പീജൺ ഈസ് കോൾഡ് സ്ക്വാബ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 ചോദ്യങ്ങൾ. നമ്മൾ 20 ചോദ്യങ്ങളുടെ സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫോളോ ചെയ്ത് വന്നവർക്ക് LDC മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. അപ്പോൾ ഇതുപോലത്തെ സീരീസ് നിങ്ങൾ ഇടുമ്പോഴെല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. Thank you.